ഇംഗ്ലീഷ് ടുഡേയുടെ 23ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രീതി എന്ന് പറയുന്നത് ക്യാനിന്റെ ഉപയോഗമാണ്. ക്യാൻ എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളാണ് അതിന് വരുന്നത്. ക്യാൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഐ ക്യാൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാം എന്ന് പറയാം. അതുപോലെ തന്നെ പഠിക്കാൻ കഴിയും, സാധിക്കും, പറ്റും, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഈ ക്യാനിന് വരുന്നുണ്ട്. ആ ക്യാനിന്റെ രൂപങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്യാന് സംസാര ഭാഷയിൽ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ കുറെ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വ്യക്തികളെ വരികയാണെങ്കിൽ ഇങ്ങനെ വരും, പിന്നെ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ വരുവാണെങ്കിൽ ഇങ്ങനെ വരും. അങ്ങനെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊന്നും ക്യാനിനില്ല. ക്യാനിന് വരുക എന്ന് പറയുന്നത് ആകെ എന്ന് പറയുന്നത് V1 കൊടുക്കുക എന്നുള്ളൊരു നിയമം മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ആളുകളുടെ അനുസരിച്ച് എന്ന് പറയുന്നത് മാറ്റം വരൂല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സംസാര ഭാഷയിൽ നല്ല രീതിയിൽ തന്നെ എന്ന് പറയുന്നത് നമുക്ക് ക്യാന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കതിന്റെ സ്ട്രക്ചർ നോക്കാം. ക്യാനിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ ഏതൊക്കെയാണ് ഫസ്റ്റ് വെക്കേണ്ടത്, ഏതൊക്കെയാണ് രണ്ടാമത് മൂന്നാമത് വെക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യം പറയുന്നത് ഒരു വ്യക്തിയാണ് വെക്കേണ്ടത്. വ്യക്തി എന്ന് പറയുമ്പോൾ ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവരെയാണ്. ഇപ്പം ഞാൻ പഠിക്കുക, എനിക്ക് പഠിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ഐ ആദ്യം വെക്കുക. ഐ എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നത് ഐ ആണെങ്കിൽ ഐ വെക്കുക. രണ്ടാമത് എന്ന് പറയുന്നത് ക്യാനാണ് ചേർക്കേണ്ടത്. മൂന്നാമത് എന്താണോ പ്രവൃത്തി, ഇവിടെ എന്ന് പറയുന്നത് സ്റ്റഡി എന്നുള്ളതാണ് പ്രവൃത്തി പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് മൂന്നാമത് എന്ന് പറയുന്നത് സ്റ്റഡിയാണ് ചേർക്കേണ്ടത്. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് മാറും. ഇതിന്റെ അർത്ഥങ്ങളൊക്കെ എന്ന് പറയുന്നത് വിചാരിച്ച അർത്ഥമല്ല കിട്ടുക, വേറെ അർത്ഥത്തിലേക്ക് മാറിപ്പോകും. നമുക്കതിന്റെ ഉദാഹരണ സഹിതം പഠിക്കാം. ഇതിന് പറയുന്ന പറഞ്ഞതുപോലെ ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഓരോരോ അർത്ഥങ്ങൾ മാറി മാറി വരിക. ഇപ്പൊ എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിയും എന്നങ്ങനെ പറയും. ഒരാളോട് പറയുകയാണെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയും, അതെങ്ങനെ പറയാൻ പറ്റും? യു ക്യാൻ സ്റ്റഡി, നിനക്ക് പഠിക്കാൻ കഴിയും. നിനക്ക് കളിക്കാൻ കഴിയും എന്നങ്ങനെ പറയാം? യു ക്യാൻ പ്ലേ, നിനക്ക് കളിക്കാൻ കഴിയും. അവൾക്ക് എഴുതാൻ കഴിയും എന്നങ്ങനെ പറയാം? ഷീ ക്യാൻ റൈറ്റ്, അവൾക്ക് എഴുതാൻ കഴിയും. അവന് നടക്കാൻ കഴിയും എന്നങ്ങനെ പറയാം? ഹി ക്യാൻ വാക്ക്, അവന് നടക്കാൻ കഴിയും. അവന് ചെയ്യാൻ കഴിയും എന്നങ്ങനെ പറയാം? ഹി ക്യാൻ ഡു, അവന് ചെയ്യാൻ കഴിയും. അവന് എന്ന് പറയുന്നത് സംസാരിക്കാൻ കഴിയും എന്നങ്ങനെ പറയും? ഹി ക്യാൻ സ്പീക്ക്, അവന് സംസാരിക്കാൻ കഴിയും. ഇത് എന്ന് പറയുന്നതെല്ലാം പ്രവൃത്തി എന്ന് പറയുന്നത് ഫസ്റ്റ് വർക്കാണ് വെക്കേണ്ടത്. നമ്മൾ പഠിച്ച V1 ആണ് വെക്കേണ്ടത്. അത് V2ഓ V3ഓ അങ്ങനെയൊന്നും ആയി പോറത്. V1 മാത്രമാണ് ക്യാനിന്റെ കൂടെ വരിക. നമുക്കടുത്തത് ക്യാന് വെച്ച് കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ. അതെന്ന് പറയുന്നത് നമ്മളെ സംസാര ഭാഷയിൽ നമുക്ക് നല്ലതുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള, നമ്മളെപ്പോഴും നടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ അടുത്ത നമുക്ക് നോക്കാം. എനിക്ക് അത് ചെയ്യാൻ കഴിയും എന്നങ്ങനെ അറിയും. അത് പലപ്പോഴും പറയുന്നത് എനിക്കത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയും. ഡു എന്നുള്ളതാണ് ചെയ്യുക. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയും. അവൾക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയും എന്നങ്ങനെ പറയും? ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി എന്ന് പറയും. ഫ്ലുവൻലി എന്നുള്ളതാണ് നന്നായി അല്ലെങ്കിൽ ഒഴുക്കോടുകൂടെ, ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഫ്ലുവൻലി അധികവും ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾസ് നോക്കാം. അവർക്ക് നന്നായി ക്രിക്കറ്റ് കളിക്കാൻ കഴിയും എന്നങ്ങനെ പറയും? ദേ ക്യാൻ പ്ലേ ക്രിക്കറ്റ് വെരി വെൽ, അവർക്ക് നന്നായി ക്രിക്കറ്റ് കളിക്കാൻ കഴിയും. എനിക്കെൻ്റെ ലക്ഷ്യം നേടാൻ കഴിയും എന്നങ്ങനെ പറയും? എനിക്കെൻ്റെ ആഗ്രഹം നേടിയെടുക്കാൻ കഴിയും, നേടാൻ കഴിയും എന്നൊക്കെ പറയാം. അപ്പോൾ ആഗ്രഹത്തിന് എന്ന് പറയുന്നത് നമുക്ക് ഗോൾ എന്ന് പറയാം. നേടുക എന്ന് പറയുമ്പോൾ അച്ചീവ് ചെയ്യുക എന്ന് പറയും. അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടുക എന്നാണ് പറയുക. ഐ ക്യാൻ അച്ചീവ് മൈ ഗോൾ, എനിക്കെൻ്റെ ലക്ഷ്യം നേടാൻ കഴിയും എന്നാണ് പറയുന്നത്. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. നിന്റെ അവസ്ഥ, നിന്റെ ഒരു ഫീലിംഗ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നങ്ങനെ പറയും? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അടുത്ത എക്സാമ്പിൾസ് നോക്കാം. നിനക്ക് ക്ലാസ്സിലേക്ക് പോകാം എന്നങ്ങനെ പറയും? ഇപ്പം പോകാൻ കഴിയും മാത്രമല്ല പോകാം എന്നും പറയാം. യു ക്യാൻ ഗോ ടു ദ ക്ലാസ്, നിനക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പല അർത്ഥങ്ങൾ ഇതിന് വരുന്നുണ്ട്. എനിക്ക് പോകാം, പോകാൻ കഴിയും, സാധിക്കും, എല്ലാം ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് ഈ ഒരു അർത്ഥങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. നിനക്ക് ഇവിടെ ഇരിക്കാം എന്നങ്ങനെ പറയാം? ചിലപ്പോൾ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നിനക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ പറയും? യു ക്യാൻ സിറ്റ് ഹിയർ, നിനക്ക് ഇവിടെ ഇരിക്കാം, എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും എന്നൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അർത്ഥം പറയാം. അത് സാഹചര്യത്തിനനുസരിച്ച് എന്ന് പറയുന്നത് മനസ്സിലാക്കലാണ്. നിനക്ക് അത് കഴിക്കാം എന്നങ്ങനെ പറയാം? യു ക്യാൻ ഹാവ് ഇറ്റ്,
ഹാവ് എന്ന് പറയുന്നത് കഴിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നത്. യു ക്യാൻ ഹാവ് ഇറ്റ്, നിനക്കത് കഴിക്കാം. അവർക്ക് ഇംഗ്ലീഷ് ടുഡേയെ കുറിച്ചിട്ട് അന്വേഷിക്കാം എന്നങ്ങനെ പറയും. അവർക്ക് ഇംഗ്ലീഷ് ടുഡേയെ കുറിച്ചിട്ട് അന്വേഷിക്കാം. ദേ ക്യാൻ എൻക്വയർ എന്നുള്ളതാണ് അന്വേഷിക്കുക. ദേ ക്യാൻ എൻക്വയർ അബൌട്ട് ഇംഗ്ലീഷ് ടുഡേ. ഇംഗ്ലീഷ് ടുഡേയെ കുറിച്ച് അന്വേഷിക്കാം. എബൌട്ട് എന്നുള്ളതാണ് കുറിച്ച് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. എബൌട്ട് ഇംഗ്ലീഷ് ടുഡേയെ കുറിച്ചിട്ട് അന്വേഷിക്കാം. നമുക്ക് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ കഴിയും എന്നങ്ങനെ പറയും. വി ക്യാൻ ഹെൽപ്പ് പുവർ പീപ്പിൾ. പുവർ പീപ്പിൾ എന്നുള്ളത് പാവപ്പെട്ട ജനങ്ങൾ എന്നാണ് പറയുന്നത്. പുവർ പീപ്പിൾ, നമുക്ക് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ കഴിയും. കൂടാതെ നമുക്ക് ഒരു പേര് പറഞ്ഞുകൊണ്ടെന്ന് പറയുന്നത് പറയാവുന്നതാണ്. അരുണിന് നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയും എന്നങ്ങനെ പറയും. അരുൺ ക്യാൻ ഡു മെനി തിങ്സ് ഫോർ യു. മെനി തിങ്സ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫോർ യു, നിനക്ക് വേണ്ടി. നമ്മൾ ഫോർ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഫോർ യു, നിനക്ക് വേണ്ടി അരുണിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയും. നിനക്ക് എന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്നങ്ങനെ പറയാം. നമ്മൾ പലപ്പോഴും പറയുന്നതാണ് നിനക്ക് എന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഈ കുറച്ച് കഴിഞ്ഞ് എന്ന് പറയുന്നത് ലേറ്റർ എന്നാണ് പറയുക. യു ക്യാൻ കോൾ മീ ലേറ്റർ, നിനക്ക് എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എനിക്കെൻ്റെ വർക്ക് കൃത്യസമയത്ത് തീർക്കാൻ കഴിയും എന്നങ്ങനെ പറയും. തീർക്കുക എന്ന് പറഞ്ഞാൽ ഫിനിഷ് എന്ന് പറയും. ഐ ക്യാൻ ഫിനിഷ് മൈ വർക്ക് ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയം എന്നൊക്കെയാണ് പറയുന്നത്. ഐ ക്യാൻ ഫിനിഷ് മൈ വർക്ക് ഓൺ ടൈം. നമ്മളിപ്പോൾ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള രൂപമാണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും, സാധിക്കും, പറ്റും എന്നുള്ള രൂപമാണ് നമ്മളിപ്പം നോക്കിയത്. അതിൻ്റെ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള രൂപം നോക്കാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ക്യാനിന്റെ കൂടെ എന്ന് പറയുന്നത് ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ അതിനെ നെഗറ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ കനോട്ട് സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പൊ ഈ കനോട്ടിന എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് പറയാൻ പറ്റുന്നതാണ്. നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ എന്ന് പറയുന്നത് അധികം ഷോർട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ ലോങ് ആയിട്ടൊന്നും അല്ലാതെ സംസാരിക്കും, പെട്ടെന്ന് സംസാരിച്ച് തീർക്കാനാണ് നോക്കുക. അപ്പൊ എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് രൂപം നോക്കുമ്പോൾ കനോട്ടിന എന്ന് പറയുന്നത് ഷോർട്ടാക്കിയിട്ട് പറയും കാണ്ട് എന്ന് പറയും. കാണ്ട്. അപ്പൊ എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഐ കാൺ സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിയില്ല. എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നങ്ങനെ പറയാൻ പറ്റും. എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഐ കാൺ ഡു, എനിക്ക് ചെയ്യാൻ കഴിയില്ല. അവൾക്ക് വാങ്ങാൻ കഴിയില്ല എന്നങ്ങനെ പറയാം. ഷീ കാൺ ബൈ, അവൾക്ക് വാങ്ങാൻ കഴിയില്ല. അവൾക്ക് എന്ന് പറയുന്നത് അറിയിക്കാൻ കഴിയില്ല എന്നെങ്ങനെ അറിയും. അറിയിക്കുക എന്ന് പറയുന്നത് ഇൻഫോം എന്നുള്ളതാണ് പറയുക. അവൾക്ക് അറിയിക്കാൻ കഴിയില്ല. ഷീ കനോട്ട് ഇൻഫോം, അവൾക്ക് അറിയിക്കാൻ കഴിയില്ല. അവർക്ക് നടക്കാൻ കഴിയില്ല എന്നെങ്ങനെ പറയാം. ദേ കനോട്ട് വാക്ക്, അവർക്ക് എന്ന് പറയുന്നത് നടക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ ദേ കാൺ വാക്ക്, അവർക്ക് നടക്കാൻ കഴിയില്ല. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയാം. ഷീ കാൺ സ്പീക്ക്, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അവന് കാണാൻ കഴിയില്ല എന്നങ്ങനെ പറയാം. ഹീ കാൺ സീ, അവന് കാണാൻ കഴിയില്ല. നമുക്കടുത്തത് കനോട്ട് വെച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ. അതും പറയുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയും. ഐ കാൺ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. അവൾക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയില്ല എന്നങ്ങനെ പറയും. കഴിയില്ല അല്ലെങ്കിൽ പറ്റൂല, സാധിക്കൂല, ഏത് രീതിയിലുമാണെങ്കിലും ഒക്കെ പറയാവുന്നതാണ്. ഷീ കാൺ സ്ലീപ് ടുഡേ, അവൾക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയില്ല. എനിക്കത് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നറിയാം. മാനേജ് ചെയ്യാന്ന് പറയുന്നത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നങ്ങനെ പറയും. ഐ ക്യാൻ മാനേജ് ഇറ്റ്, എനിക്കത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയും. എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഐ കാൺ ലിവ് വിത്ത് ഹിം. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, നമ്മൾ പഠിച്ചതാണ് കൂടെ എന്നുള്ള അർത്ഥം വരുന്നത്. ഐ കാൺ ലിവ് വിത്ത് ഹിം. ലിവ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക. ലിവ് വിത്ത് ഹിം, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അവർക്ക് ഇന്നിവിടെ താമസിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയും. ദേ കാൺ സ്റ്റേ ഹിയർ ടുഡേ, അവർക്ക് ഇന്നിവിടെ താമസിക്കാൻ കഴിയില്ല. എനിക്ക് പിയാനോ വായിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയും. വായിക്കുക എന്നുള്ള ഈ പ്ലേ എന്ന് പറഞ്ഞാൽ മതി. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നുള്ളതുകൊണ്ട് വായിക്കുക എന്നൊക്കെ പറയാം. വി കാൺ പ്ലേ ദ പിയാനോ, പിയാനോ വായിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിയത് രണ്ട് രീതികളാണ്. ഒന്നെന്ന് പറയുന്നത് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയും? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഐ കാൺ സ്പീക്ക് ഇംഗ്ലീഷ്. കാണ്ടു അല്ല കനോട്ട് എന്നുമാണെങ്കിലും പറയാം. അവൾക്കത് ചെയ്യാൻ കഴിയുമെന്നെങ്ങനെ പറയും? ഷീ ക്യാൻ
ഡു ഇറ്റ്, ഷീ ക്യാൻ ഡു ഇറ്റ്. അവൾക്കത് ചെയ്യാൻ കഴിയില്ല, ഷീ കാൺ ഡു ഇറ്റ്. വളരെ ഈസി ആയിട്ട് നമുക്കെന്ന് പറയുന്നത് ഈ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് നല്ലതുപോലെ സംസാരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്യാന് എന്നുള്ള കാര്യം. അപ്പം പൊതുവെ നിത്യജീവിതത്തിൽ അധികം ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അല്ലാതെ ജസ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നല്ല ഒരുപാട് വാക്കുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരുപാട് വാക്കുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സുകളൊക്കെ തന്നിട്ടുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ഓരോരോ എക്സാമ്പിൾസ് ഉണ്ടാക്കുക. അപ്പോൾ എന്ന് പറയുന്നത് വെറുതെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുക, അങ്ങനെയാണ് അക്കാര്യം പറയാൻ പറ്റുക, ജസ്റ്റ് ഒരു ക്യാന് അതുപോലെ തന്നെ കനോട്ട് ചേർത്തുകൊണ്ട് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളൊരു 5 എക്സാമ്പിൾസ് ക്യാനിൻ്റെയും അതുപോലെ തന്നെ കനോട്ടിൻ്റെയും എന്ന് പറയുന്നത് 5 എക്സാമ്പിൾസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം. എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ന് പറയുന്നത് എന്താണോ ഒരു സ്വന്തമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടാക്കുക, എൻ്റെ അയച്ചു തരിക. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് എവിടെയാണോ പ്രശ്നങ്ങളുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ 2 ടാസ്കും കൂടി നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കോ അതല്ല എങ്കിൽ കമൻറ്റിലേക്കോ അയച്ചു തരാവുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ടാസ്ക് ഇതാണ്: അവൾക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ കഴിയും എന്നങ്ങനെ പറയും. സ്വാദിഷ്ടമായിട്ട് എന്ന് പറയുമ്പോൾ പഠിക്കാത്ത സംഭവമാണ് ഡിലീഷ്യസ് എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചേർത്തിട്ട് എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയച്ചു തരാം. ഡിലീഷ്യസ് എന്ന് പറയും കേട്ടോ. അടുത്തത് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ക്യാനിൻ്റെതാണ്. ഇപ്പം കാണ്ട് എന്നുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലായിട്ട് ഉള്ള ഒരു ടാസ്ക് തരാം. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയും. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ വിത്തൗട്ട് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുത്താൽ പഠിക്കാത്ത കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എൻ്റെ പറഞ്ഞതുപോലെ വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ കമൻറ്റിലേക്കോ അറിയിച്ചു തരാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ആക്കി തരും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലും പറയുന്നത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് ചോദിക്കാം. നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളെ ബന്ധപ്പെട്ടവരിലേക്ക് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.